ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനകത്തുള്ള വിവാദമുണ്ട്. അനദർ ജെന്റിൽമാൻ ഗോപാലകൃഷ്ണൻ, ഐ ഡോണ്ട് നോ, ഹീ കുഡ് ഹാവ് പ്രൗഡ്ലി സേ അതെ ഞാനൊരു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ്, സോ വാട്ട് എനിക്ക് മനസ്സിലായി, അതിൽ യാതൊരു തെറ്റുമില്ല. ദർ ആർ സോ മെനി വാട്സപ്പ് ഗ്രൂപ്പ്സ്. IAS-കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. പച്ച വിളിച്ചെന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ ഗ്രൂപ്പില്ലേ. ഫ്രൈഡേ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ജേർണലിസ്റ്റുകൾ, യു നോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രൈഡേ. അതിപ്പോൾ ഇനി അഥവാ അത് തെറ്റാണെങ്കിൽ ആദ്യം ഇവരെ പിടിക്കണ്ടേ. പിടിച്ചില്ലല്ലോ. പച്ച വിളിച്ച ഗ്രൂപ്പിനെ ഇപ്പോഴും പിടിച്ചിട്ടില്ല. അവരും ഇതുപോലെ പേര് മാറ്റുക അങ്ങനെ എന്തോ ചെയ്തെന്ന് കേട്ട് ഞാൻ പറയുന്നത് ഇതുപോലത്തെ someone doing a private thing. ഈ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പബ്ലിക്കിന് എൻട്രി ഇല്ലാത്തൊരു ഗ്രൂപ്പാണ്. ഒരു അടച്ചിട്ട മുറിയിൽ 15 പേര് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് കൂടുന്നു, അതാണ് വാട്സാപ്പ് ഗ്രൂപ്പ്. only they know what is being transferred between them. Now what will you do? ഈ പറഞ്ഞ ഗോപാലകൃഷ്ണൻ എന്ന IAS-കാരൻ്റെ ഭാര്യ ഈ ഹിന്ദു ഗ്രൂപ്പിലുള്ള ബാക്കി IAS-കാരുടെ ഭാര്യമാർ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. യു കനോട്ട് പ്രിവെൻറ്റ് ദാറ്റ്. ഓക്കെ, ഇവരെല്ലാവരും എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് അവരവരുടെ ഭാര്യമാരുടെ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വാട്ട് വിൽ യു ഡു? ഇയാൾക്കറിയാം കനക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളിൻ്റെ ഭാര്യയാണ്, മറ്റേ ആളിൻ്റെ ഭാര്യയാണ്. മാത്രമല്ല പേരും അതിലുണ്ടാവും. ഭർത്താവിൻ്റെ പേരും കൂടെ വെച്ചായിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. ക്യാൻ യു പ്രിവെൻറ്റ് ദാറ്റ്? ബട്ട് ഇറ്റ് ഈസ് എ പ്രൈവറ്റ് തിങ്. പബ്ലിക് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. ആ പ്രൈവറ്റ് ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ഗുരുതരമായ കാര്യം. എന്ത് ഗുരുതരമായ കാര്യം? 10 ഹിന്ദുക്കളും ഒന്നിച്ചുകൂടി ആകാശിടിഞ്ഞ് വീഴുക. ഇതാണ് ഈ പൊട്ടത്ത്. പബ്ലിക്കിൽ ഈ പോക്കൃത്തരം കാണിക്കുന്നതിന് ചോദിക്കാൻ ആരുമില്ല. പ്രൈവറ്റായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് കൂടി, പ്രൈവറ്റായിട്ട് അവർ വാട്സാപ്പ് ഗ്രൂപ്പ് കൂടും. ഇനി വാട്സാപ്പ് ഇല്ലെന്ന് വെച്ചോ, ട്രിവാൻഡ്രത്ത് ശ്രീമൂലം ക്ലബ്ബിൽ ഇവർ കൂടിയാൽ എന്ത് ചെയ്യും നിങ്ങൾ? വാട്ട് ക്യാൻ യു ഡു? അവർ കോവളത്തൊരു ഹോട്ടലിൽ പോയിട്ട് വെള്ളം അടിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ദേ ഹാവ് എ പ്രൈവറ്റ് ലൈഫ് ദാറ്റ് ഈസ് ടു ബി പെർമിറ്റഡ്. ബട്ട് ഈ പബ്ലിക്കിലുള്ള കളിയാണ് നിർത്തേണ്ടത്. പബ്ലിക് റിഡിക്യൂൾ ചെയ്യുക. ഇതൊരു അഡ്മിനിസ്ട്രേഷനാണ്. ഒരുത്തം മറ്റവന് ചുമ്മാ ഫേസ്ബുക്കിൽ തെറി പറഞ്ഞുകൊണ്ട്, ഫേസ്ബുക്കിൽ എത്ര പേര് തെറി വിളിക്കുന്നു. അക്കൂട്ടത്തിൽ, ആ ക്രൗഡിൻ്റെ കൂട്ടത്തിൽ പ്രശാന്ത് എന്നൊരു IAS-കാരനാണ്. വാട്ട് എ ഷെയിം. ഐ വുഡ് റിക്വസ്റ്റ് ത്രൂ ദിസ് വീഡിയോ, പ്രശാന്ത്, ഇതുപോലെ യു ആർ എൻ IAS ഓഫീസർ, നോട്ട് എ ജോക്ക്. ടേക്ക് തിങ്സ് വെരി സീരിയസ്ലി and come out of this Facebook, this public platforms, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കളിക്കാനുള്ള ഓഫീസറല്ല IAS. അതിനല്ല നിങ്ങൾക്ക് IAS തന്നിരിക്കുന്നത്. ടേക്ക് യുവർ ജോബ്, പ്ലീസ് ടേക്ക് യുവർ ജോബ് സീരിയസ്ലി. അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റത് പ്രൈവറ്റ് അഫെയറാണ് അവരുടെ. ഐ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് ദാറ്റ് പ്രൈവറ്റ് അഫെയർ വിൽ കണ്ടിന്യൂ. ഒരിക്കലും ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഗ്രൂപ്പ് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവരൊരു ഗ്രൂപ്പല്ലേ, വാട്സാപ്പിൽ നിന്ന് പുറത്തായെന്നല്ലേ ഉള്ളൂ. സ്റ്റിൽ ദെയർ മെൻ്റലി ദെയർ എ ഗ്രൂപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഗ്രൂപ്പിന് എവിടെ വേണമെങ്കിലും കൂടാം. വൈകുന്നേരം 7 മണിക്ക് ശ്രീമൂലം ക്ലബ്ബിൽ കാണാം, അല്ലെ മറ്റേ ക്ലബ്ബിൽ കാണാം, മസ്കറ്റ് ഹോട്ടലിൽ കൂടാം, കോവളത്ത് പോയി, എനിത്തിങ് ക്യാൻ ബി ഡൺ. യു കനോട്ട് പ്രിവെൻറ്റ് ഇറ്റ്. സോ ഡോണ്ട് ഗോ ബിഹൈൻഡ് ദാറ്റ്. അവൻ പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെ പിന്നാലെ പോകരുത്. ഇറ്റ് ഈസ് ഇൻക്ലൂഡിങ് ഇൻ ടു ദെയർ പ്രൈവസി. ബട്ട് പബ്ലിക്കിലുള്ള ഈ കലഹം അവസാനിപ്പിക്കുകയും വേണം. അത് ഞാൻ അതിനകത്ത് 1ാം പ്രതിയായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ പ്രൈം സസ്പെക്റ്റ് എന്ന് പറയാൻ പാടില്ല, അക്യൂസ്ഡ് പ്രശാന്താണ്. ഹീ ഹാസ് ടു സ്റ്റോപ്പ് ഇറ്റ് വിത്ത് അപ്പോളജീസ്. ഹി മസ്റ്റ് കം ഔട്ട് ഓഫ്, ഹി ഷുഡ് ഡിലീറ്റ് ഹിസ് ഫേസ്ബുക്ക് അക്കൗണ്ട്. അതാണ്. ബിക്കോസ് പ്രൊപ്രൈറ്റി ഡിമാൻഡ്സ് ദാറ്റ്. ഇതിനൊക്കെ ഒരു ഔചിത്യം വേണമല്ലോ.